വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 154 വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവത്തെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടാവുമല്ലോ. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ സ്ത്രീ എന്നെ വന്ന് കാണുകയുണ്ടായി. ഏറെ വിഷമിച്ച ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എങ്ങും ആശ്വാസം ലഭിക്കാതെ ആയപ്പോൾ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കുമോ എന്ന് പോലും അറിയാൻ വയ്യാഞ്ഞിട്ട് ഒരു സിസ്റ്ററിൻ്റെ സഹായത്തോടെ ഈ യുവതി 8 വയസ്സുള്ള പെൺകുട്ടിയെയും കൂട്ടി വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കുകയുണ്ടായി. ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം ചെയ്ത് ജീവിക്കാനിടയായി. വീട്ടുകാർക്ക് യാതൊരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ബന്ധമായിരുന്നു. അതിനാൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു വ്യക്തിയിൽ സർവ്വവിശ്വാസവും അർപ്പിച്ച് വീട്ടിൽ നിന്ന് പോരുകയായിരുന്നു. സഭ 2 ആയതുകൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല ഈ പയ്യൻ്റെ വീട്ടുകാർക്കും ഈ വിവാഹത്തോട് വലിയ യോജിപ്പില്ലായിരുന്നു. യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് 2 പേരും ജീവിക്കാൻ ആരംഭിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ ഇദ്ദേഹത്തിൻ്റെ തനിനിറം ഈ യുവതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. നല്ല രീതിയിൽ ഉയർന്ന തോതിൽ മദ്യപാനത്തിന് അടിമയാണ്, പോരാഞ്ഞിട്ട് ചീട്ടുകളിയുണ്ട്, സുഹൃത്തുക്കളൊന്നും അത്ര നല്ലവരല്ല താനും. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. ഏകദേശം 3 മാസം ഗർഭിണിയായതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മെല്ലെ വൈകി വീട്ടിൽ വരുന്നതും വഴക്കുണ്ടാക്കുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും എല്ലാം തുടർക്കഥ പോലെ തുടരുകയായി. വീട്ടുകാരോടോ വളരെ ദൂരെ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നതിനാൽ അവിടെയുള്ളവരോടോ ഇതൊന്നും വെളിപ്പെടുത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഈ യുവതി. വീട്ടിൽ നിന്ന് ശബ്ദവും കോലാഹലങ്ങളും ബഹളങ്ങളും എല്ലാം കേൾക്കുമ്പോൾ അയൽപക്കക്കാർ ചോദിച്ചെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തല്ല അവിടെ താമസിച്ചിരുന്നത് എന്നതിനാലും വലിയ പരാതികളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായാൽ ഈ വീട് ഉപേക്ഷിച്ച് വേറെ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരുമെന്നതിനാലും എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ന്യായങ്ങളൊക്കെ നിരത്തി യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാതെ മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ ഏകദേശം 8 മാസം കഴിഞ്ഞ ഒരവസ്ഥയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് വയറിനിട്ട് ആഞ്ഞ് ഒരു തൊഴി കിട്ടിയതിന് ശേഷം യുവതിക്ക് മറുപുള്ള വേർപെട്ടു പോയതിനാൽ ബ്ലീഡിങ് ആരംഭിക്കുകയുണ്ടായി. ഈ വിവരവും ഹോസ്പിറ്റലിൽ മറച്ചുവെച്ച്
തെന്നി വീണതാണെന്നും അതിനുശേഷമാണ് ബ്ലീഡിംഗ് ഉണ്ടായതെന്നും യുവതി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മാസം തികയാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഈ ഒരു ആഘാതം കാരണമായി. ഭർത്താവ് മാപ്പ് പറഞ്ഞ് ഈ സ്ത്രീക്ക് കുറച്ച് നാൾ കൂടെ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. എന്നാൽ ഇതൊരു പോലീസ് കേസ് ആകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് നല്ല ഒരു സ്വഭാവത്തിനുടമയാണ് എന്ന രീതിയിൽ പെരുമാറിയതെന്ന് കുഞ്ഞിനെയും കൂട്ടി വീട്ടിലെത്തിയ യുവതിക്ക് 56 ദിവസം പ്രസവിച്ചിട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി തുടങ്ങി. വീണ്ടും ഈ യുവതിയെ ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും എല്ലാം തുടർക്കഥയായി മാറി. യുവതിയുടെ വാക്കുകളിൽ അല്പം സ്വർണം ഉണ്ടായിരുന്നതെല്ലാം പണയത്തിലാകുകയും അത് വീണ്ടും വിൽപ്പനയ്ക്കായി പോവുകയും ചെയ്തു. യാതൊരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത അവസ്ഥയിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും ആരെ സമീപിക്കണമെന്ന് യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന ആ സമയത്ത് ദുഃഖങ്ങളെല്ലാം മനസ്സിലൊതുക്കി കുറേ നാൾ മാറ്റിവെച്ചിരുന്ന പ്രാർത്ഥനയെല്ലാം പുനരാരംഭിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ കുടുംബ പ്രശ്നം അതിൻ്റെ തോത് വർദ്ധിച്ചു വരികയായിരുന്നു. ഭർത്താവ് മദ്യപാനത്തിന് ശേഷം ഏറെ വൈകി വീട്ടിലെത്തുമ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്ന ഭർത്താവിൻ്റെ കൂട്ടുകാരിൽ നിന്ന് പോലും ആവശ്യമില്ലാത്ത നോട്ടവും സംസാരവും ഉണ്ടായതോടെ ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിലായി യുവതി. ഒരു ദിവസം അതിഭയങ്കരമായ വഴക്കിനിടയിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു മൂക്കുത്തി ആവശ്യപ്പെടുകയും ആ സ്ത്രീ അതിന് വിസമ്മതിച്ചപ്പോൾ ഇതിൽ ബലമായി പിടിച്ചു വലിച്ചപ്പോൾ മൂക്കിൻ്റെ ആ ഓട്ട കീറിപ്പോന്ന് രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. അതും പഞ്ഞി വെച്ച് അമർത്തിപ്പിടിച്ച് ഒരു തുണി വെച്ച് കെട്ടി ഹോസ്പിറ്റലിൽ പോകാതെ ആ യുവതി കഴിയുകയുണ്ടായി. സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മണിക്കൂറുകൾ അകലെയുള്ള ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നതിനാൽ ആരുടെയും സപ്പോർട്ട് ഈ യുവതിക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു കാരണവശാലും ഇത് സ്വന്തം വീട്ടിലും നാട്ടിലും അറിയരുത് എന്ന അഭിമാന പ്രശ്നം കൂടെ ഉണ്ടായിരുന്നതിനാൽ യഥാർത്ഥമായിട്ടുള്ള നാടോ വീടോ വീട്ടുപേരോ ഒന്നും ആരോടും ഈ യുവതി വെളിപ്പെടുത്തുകയുണ്ടായില്ല. ഒരു ജോലിക്ക് അതെത്ര താഴ്ന്ന ജോലിയാണെങ്കിലും പോണം എന്നാഗ്രഹിച്ചെങ്കിലും ഭർത്താവ് അതിനും സമ്മതിക്കാതെ വന്ന അവസരത്തിൽ പട്ടിണി എന്തെന്ന് ഈ സ്ത്രീ അറിയുകയുണ്ടായി. തൊട്ടടുത്ത ഒരു വീട്ടിലെ ഒരു അമ്മച്ചിയോട് മാത്രം അരിയും അങ്ങനെ ചില സാധനങ്ങളെല്ലാം അത്യാവശ്യത്തിന് കടം വാങ്ങിച്ച് ഈ കുഞ്ഞും അമ്മയും കഴിയുകയായി. ഉപദ്രവം സഹിക്കവയ്യാതായതോടെ ഭർത്താവിൻ്റെ കൂട്ടുകാരുടെ ഉപദ്രവം കൂടി ആരംഭിച്ചതോടെ യുവതി കുഞ്ഞിനെയും കൂട്ടി ആ നാട് വിടുകയുണ്ടായി. ഏകദേശം 2 മണിക്കൂർ ദൂരെ മാറി വേറൊരു സ്ഥലത്ത് ഒരു വീട്ടുജോലിക്കായിട്ട് ഈ യുവതി പോകുവാൻ തുടങ്ങി. ചെറിയ ഒരു കുടിലിൽ താമസം. അവിടെ നിന്ന് ഈ കുട്ടിയെ അംഗൻവാടിയിലാക്കിയിട്ടാണ് ഈ വീട്ടിൽ ജോലിക്ക് പോകാറുള്ളത്. കഠിനമായ ജോലിയാണ്, മുൻപരിചയമൊന്നുമില്ല. എങ്കിലും ആവും വിധം ആ ജോലി ചെയ്താൽ ഭക്ഷണമെങ്കിലും ലഭിക്കുന്ന അവസ്ഥയിൽ തുടരുന്നതിനിടയിൽ ഈ യുവതി ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയോ ഭർത്താവ് മനസ്സിലാക്കാനിടയായി. ആ ജോലി ചെയ്തിരുന്ന വീട്ടിൽ വന്ന് ഇദ്ദേഹം ബഹളമുണ്ടാക്കുകയും ആ ജോലിക്കാർ ആ ജോലിയിൽ നിന്നും ഈ യുവതിയെ ഒഴിവാക്കി വിടുകയും ചെയ്തു. ഏത് സ്ഥലത്തൊരു ജോലിക്ക് ശ്രമിച്ചാലും ഭർത്താവ് വന്ന് അവിടെ ബഹളമുണ്ടാക്കുന്നതോടെ ആ വീട്ടിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയതോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ യുവതി എത്തിച്ചേർന്നു. എങ്ങനെയോ ആ നാട്ടിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ ഇടപെടൽ മൂലം വനിതാ ശിശുക്ഷേമ വകുപ്പിൽ
ഈ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് ചെറിയ ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ കേസ് കൊടുക്കാനോ പോലീസിൽ പരാതി നൽകാനോ ഒന്നും ഈ യുവതിക്ക് ധൈര്യമില്ലായിരുന്നു. അതിനെ കൂടെ ചെല്ലാനായിട്ട് ആളും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഭർത്താവ് ആ സാഹചര്യവും നന്നായി മുതലെടുത്തു. ഇവർക്ക് സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് ഈ മകളോട് പറഞ്ഞു കൊടുക്കുകയും ഇവൾ താമസിച്ചിരുന്ന നാട്ടിലെല്ലാം അത് പ്രചരിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ കരച്ചിലും പ്രാർത്ഥനയുമായി ചെലവഴിച്ച ഏതാനും മാസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം സന്ധ്യ മയങ്ങിയ സമയത്ത് സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ നിന്നാണ് വിവരശേഖരണത്തിന് വന്നതാണ് എന്ന് പറഞ്ഞ് 2 പേര് ഈ യുവതിയെ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് കാണുകയും, എന്നാൽ അതൊരു വലിയ കെണിയായിരുന്നു, അത് ഭർത്താവ് ഒരുക്കി വിട്ട 2 പേരായിരുന്നു എന്ന് അധികം താമസിക്കാതെ ഈ യുവതിക്ക് മനസ്സിലായത് വീടിന് വെളിയിൽ മുഴുവൻ ആളുകൾ വന്ന് നിന്നപ്പോഴാണ്. അനാശാസ്യ നടപടി ആ ഒരു കുറ്റം ആരോപിച്ച് 10 മിനിറ്റിനകം പോലീസ് ജീപ്പ് ഇവർ താമസിച്ചിരുന്ന കുടിലിൻ്റെ മുൻപിലെത്തി. സന്ധ്യ മയങ്ങിയ സമയത്ത് വനിതാ പോലീസുകാരുടെ അകമ്പടിയോടെ ഈ കുടിലിൽ നിന്ന് ഈ യുവതിയെയും കുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഇനി എന്ത് സംഭവിക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് യുവതി എന്നോട് പറയുകയാണ്, മാഡം, ദൈവം തൻ്റെ ദൂതനെ അയച്ച് രക്ഷിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? ഞാൻ ഇനി എന്ത് പറയണം? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഇതെനിക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ കെണിയായിരുന്നു എന്നെനിക്ക് പൂർണ്ണമായും മനസ്സിലായി. എല്ലാവരുടെയും കണ്ണുകളിൽ പുച്ഛത്തോടെയുള്ള ആ നോട്ടവും അതിനെപ്പറ്റിയുള്ള സംസാരവും എല്ലാം കേട്ടപ്പോൾ ഭൂമി പിളർന്ന് കീഴോട്ട് പോകുന്ന പോലെ തോന്നി. ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ നടക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാനൊന്നും മിണ്ടാതെ തല താഴ്ത്തി കണ്ണുകൾ നിലത്ത് ഊന്നി നിന്നത് മാത്രമേ ഉള്ളൂ. അവരെന്ത് ചോദിച്ചാലും എനിക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകൾ നിരത്തി ആളുകൾ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ആര് സംസാരിക്കും എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ യുവതി എന്നോട് പറഞ്ഞ വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ആ യുവതിക്ക് വചനമൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നെങ്കിലും കണ്ണുകൾ താഴ്ത്തി കണ്ണീരൊഴുക്കി നിന്ന സമയത്ത് യുവതി മനസ്സിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അത്രേ. ദൈവമേ, എനിക്ക് വക്കീലായി നീ നിലകൊള്ളണമേ. ഒന്നും അറിയില്ല, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ്. അപ്പം ഈ പ്രാർത്ഥന പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ. യുവതി തുടർന്നു, ഈ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് ഉതിർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അവരുടെ മുമ്പിലേക്ക് വനിതാ പോലീസ് കൂട്ടിക്കൊണ്ട് ഈ യുവതിയെ കൊണ്ട് പോയ വഴിക്കെല്ലാം ഇവരെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്നാൽ അവിടെ ചെന്ന് ആദ്യം വിരട്ടുന്ന ഭാഷയിൽ സംസാരിച്ചെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഏകദേശം ഇവൾ നിരപരാധിയായെന്ന് എങ്ങനെ മനസ്സിലായി എന്നവൾക്ക് തന്നെ അറിയില്ല. പക്ഷെ അദ്ദേഹം ചോദിച്ചു അത്രേ, ഇത് ഒരു കെണിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറയണോ വേണ്ടയോ? ഇത് പറഞ്ഞാൽ പോലും ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന സംശയമുണ്ടായിട്ടും അവൾ ഇത്രമാത്രം പറഞ്ഞു അത്രേ, ഇതൊരു കെണിയാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അതെങ്ങനെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും എന്നും എനിക്കറിയില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല സാർ. വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ആരുമില്ലാതെ എല്ലാ രീതിയിലും കെണിയിൽപ്പെട്ടതുപോലെ കുടുക്കിലായ പക്ഷിയെപ്പോലെ ഈ സ്ത്രീ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ കഴിയുകയാണ്. ഇനി റിമാൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. യുവതി പറയുകയാണ്,
ഞാൻ വിചാരിച്ചു ജയിലിൽ പോയാലും കുഴപ്പമില്ല, സുരക്ഷിതയായി കഴിയാൻ പറ്റുമോ ആവോ. പോലീസ് സ്റ്റേഷനും ജയിലും കോടതിയും ഒന്നും കണ്ടിട്ടില്ലാത്ത ഈ സ്ത്രീ ഇവർ അറസ്റ്റിലായാൽ ആര് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വരും എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ വനിതാ പോലീസുകാരോട് പറഞ്ഞത്രേ, ആ സ്ത്രീ നിരപരാധിയാണെന്നാണ് തോന്നുന്നത്, ശരിക്കും ഒരു അന്വേഷണം നടത്തി നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചിയോട് ഇവർ പോയി അന്വേഷിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു യുവതിയാണത്. അവൾ അധികം കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എങ്കിലും ഏകദേശം മാനം വിറ്റ് ജീവിക്കുന്ന കുട്ടിയല്ല അവൾ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഈ അമ്മച്ചിയുടെ മൊഴിയും ഇവൾക്ക് സപ്പോർട്ടായിട്ട് വന്നു. ഈ സ്ത്രീ പറയുകയാണ്, അങ്ങനെ ഞാൻ ആ ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ തുടർന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളായി വന്ന് നാം നിസ്സഹായരായി ഇനി ഒന്നും ചെയ്യാനില്ല, പറയാനില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് നമ്മെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്നത്, പ്രാർത്ഥിച്ചാൽ മനം നൊന്തുള്ള പ്രാർത്ഥന കണ്ണീരോടെ ആകുമ്പോൾ കർത്താവ് ആരെങ്കിലും വഴി ഇടപെടുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ചെയ്ത തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി നല്ല ഒരു ജീവിതം നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് ആരുടെ കൂടെ ഇറങ്ങിപ്പോന്നോ ആ ആൾ ഇനി എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ ക്ഷേമ വകുപ്പ് നേരിട്ട് ഇടപെടുകയും ഇങ്ങനെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സംരക്ഷിച്ചു പോന്ന ഒരു സ്ഥാപനത്തിൽ ഒരു താൽക്കാലിക ജോലി ഈ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തതോടെ അമ്മയും അന്ന് ഏകദേശം 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയും സുരക്ഷിതരായി തീരുകയും ചെയ്തു. ഇന്ന് 5 വർഷം പിന്നിടുമ്പോഴും ആ യുവതി അവിടെ ജോലി ചെയ്യുന്നു. മാത്രമല്ല, നല്ല പ്രാർത്ഥനയിലും അവിടെയുള്ള കുട്ടികളെയെല്ലാം വചന അടിസ്ഥിതമായി വളർത്തിയെടുക്കാനും ദൈവോന്മുഖരായി വളർത്താനും ഏറെ സ്വന്തം ജീവിതം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായി ആ യുവതി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനഭാഗങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് കുറ്റാരോപിതരായി നിൽക്കേണ്ടി വരുമ്പോൾ വാദിച്ച് വിടുവിക്കാൻ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഈ അനുഭവങ്ങളിൽ വചനം നമുക്ക് തുണയായി മാറട്ടെ. നാം ഇന്ന് കാണുന്ന മറ്റൊരു വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 124 അധ്യായം 7 തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു, വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്നതുപോലെ നമ്മൾ രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. എത്ര വലിയ കെണി എത്ര സമർത്ഥമായി ഒരുക്കിയാലും ദൈവം ഇടപെട്ടാൽ ആ കെണി തകർന്ന് രക്ഷപ്പെടുന്ന രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 94 അധ്യായം 16 വചനം, ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? ചോദ്യം ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കാത്ത ഒരാൾ ദൈവം പറയുമ്പോൾ നമുക്ക് വേണ്ടി നിലകൊള്ളുകയും സംസാരിക്കുകയും ചെയ്യും എന്നതിൽ കുറച്ചെങ്കിലും സംശയമുണ്ടോ? തീർച്ചയായും ദൈവം പല വ്യക്തികളിലൂടെ പല അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നാമും അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 94 അധ്യായം 15 തിരുവചനം ഇങ്ങനെ പറയുന്നു, വിധികൾ വീണ്ടും നീതിപൂർവകമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. താൽക്കാലികമായി അപമാനത്തിലൂടെ നിന്ദാശരങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും ദൈവം രക്ഷിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി നിലനിന്ന് നമ്മളെ വാദിച്ച് വിടുവിക്കുന്ന ഒരു ദിവസം, അത് ദൈവത്തിൻ്റെ സമയമാണ്.
ആ സമയത്ത് ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും, ഹൃദയ പരമാർത്ഥതയോടെ നാം വ്യാപരിച്ചാൽ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വചനം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. മുൻപ് പറഞ്ഞു, യുവതി പറഞ്ഞു, കണ്ണുകൾ താഴ്ത്തി, മുഖം താഴ്ത്തി, ഇനി എന്ത് സംസാരിച്ചാലും ആരും വിശ്വസിക്കില്ല എന്ന് നിന്ന അവസ്ഥയിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരാളുടെ വായിലൂടെ സംസാരിപ്പിച്ചു. ഇതാണ് ഈ വചനം പറയുന്നത്. ഇനിയും നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകം 13 അധ്യായം സൂസന്ന എന്ന പുണ്യവതിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. കുറ്റമൊന്നും ചെയ്യാതിരുന്നിട്ടും 2 പ്രമുഖ വ്യക്തികളുടെ ഇഷ്ടത്തിന് വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ വിധിക്കുന്നതിനായി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. മരണശിക്ഷ ഏറ്റുവാങ്ങാം. എല്ലാ രീതിയിലും അപമാനിക്കപ്പെട്ട് ഇത്ര നാളത്തെ നല്ല ജീവിതം എല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ സൂസന്ന പറഞ്ഞ ചില വചനങ്ങളുണ്ട്. നമുക്ക് 13 അധ്യായം 22 വചനം ഇങ്ങനെ പറയുന്നു. സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. 23 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോക്കുക, സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു എന്നാണ് വചനം പറയുന്നത്. സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. തീർച്ചയായും ആ നിലവിളി ഒരു പ്രാർത്ഥനയായിരുന്നു കാണും. വീണ്ടും നമുക്കറിയാം, 35 മുതലുള്ള വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഇവൾ തെറ്റ് ചെയ്യുന്നത്, പാപം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുവെന്ന്. എന്നാൽ 41 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു, കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും ആയിരുന്നു. അവർ അവളെ മരണത്തിന് വിധിച്ചു. വീണ്ടും 42 വചനം ഇങ്ങനെ പറയുന്നു, അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് നാം കേട്ടത്. അടുത്ത വചനം 44 വചനത്തിൽ കർത്താവ് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് ഉണർത്തി. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വീണ്ടും ദൈവത്തിൻ്റെ വചനം ദാനിയേലിൻ്റെ നാവിലൂടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടുന്ന വഴിയാണ് നാം കാണുന്നത്. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ, കാരണം ഈ മനുഷ്യൻ ഇവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. വിചാരണ നടന്നപ്പോൾ 2 പ്രമുഖ വ്യക്തികളെയും തനിയെ വിളിച്ച് ഏത് മരത്തിൻ്റെ ചോട്ടിൽ വെച്ചാണ് സൂസന്ന പാപം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു കള്ളത്തരമായിരുന്നതിനാൽ 2 പേരും 2 വ്യത്യസ്ത മരങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ സൂസന്ന കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയുകയും കർത്താവ് ഇടപെട്ട് അവളെ കുറ്റവിമുക്തിയാക്കി മാറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സൂസന്നയ്ക്ക് വേണ്ടി വാദിച്ച് സൂസന്നയെ വിടുവിക്കുന്ന ദൈവത്തെ നാം കാണുകയാണ്. വീണ്ടും വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം
89 അധ്യായം 50 തിരുവചനം. കർത്താവേ, അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നു എന്ന് ഓർക്കണമേ. ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിൽ ഏൽക്കുന്നു. വീണ്ടും നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന പേരിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 7-ാം അധ്യായമുണ്ട്. അതിൽ 1ഉം 2ഉം വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും, ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ. സ്വയം മിണ്ടാതിരിക്കുമ്പോൾ യുദ്ധം ചെയ്ത് അവരെ വിടുവിക്കുന്ന ദൈവത്തെ. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പല അവസരങ്ങളിലും കുറ്റമൊന്നും ചെയ്യാതിരുന്നിട്ടും കുറ്റം ആരോപിക്കപ്പെടുന്ന അവസരങ്ങളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 3:26 പ്രകാരം കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ യുദ്ധം ചെയ്യുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതാവുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച് വിടുവിക്കുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, കുറ്റാരോപണങ്ങളുടെ പിടിയിലമർന്ന് ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ജനതകളുടെ മുകളിൽ ഉപവിഷ്ടനായി നീതിയോടെ ന്യായം വിധിക്കണമേ എന്ന സങ്കീർത്തകൻ്റെ പ്രാർത്ഥന പ്രകാരം മക്കളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ ആശ്രയം വയ്ക്കാനുള്ള ഒരവസരമായി ഈ വചനങ്ങൾ മാറട്ടെ. കർത്താവെ, ശക്തമായി ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കണമേ. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങ് ഉത്തരമരുളും എന്ന പ്രത്യാശയിൽ കാത്തിരിക്കാൻ വേണ്ട കൃപാവരത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ